ചില പാട്ടുകൾ നമ്മളെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്ന പാട്ടുകളുണ്ട്. അതിൽപ്പെട്ട കുറേ പാട്ടുകളുണ്ട്. എന്നിരുന്നാലും നമ്മളെ ഒരു ചുരുക്കം പറയാം, നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാണ്. മനുഷ്യനായാൽ തെറ്റുകുറ്റങ്ങൾ എന്തായാലും ചെയ്യും. അതിന് നമ്മൾ എന്താക്കലുണ്ട്, തൗബ ചെയ്ത് മടങ്ങലുണ്ട്. അതുപോലെ തന്നെ ചില ബാങ്കുകൾ കേട്ടാൽ, നമ്മൾ ചില ഉസ്താദുമൊക്കെ ബാങ്കൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അറിയാതെ നിന്ന് പോകും. അപ്പോൾ സംഗീതത്തിൻ്റെ ഒരു ഇതന്നെയാണ്. ഒന്നുമില്ലെങ്കിലും ബിലാൽ റളിയല്ലാഹുവിനെ കൊണ്ട് റസൂൽ എന്താക്കൂല, ബാങ്ക് കൊടുപ്പിക്കില്ല. അദ്ദേഹത്തിൻ്റെ ശ്രുതി ഭംഗി കൊണ്ടാണ് ബാങ്ക് കൊടുക്കുക. അതുപോലെ ഞാനിത് പറയുന്നത്, ചില പാട്ടുകൾ നമ്മുടെ പാവങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടി പാടുന്ന, നമ്മൾ മനസ്സറിഞ്ഞ് പാടുന്ന പാട്ടുകളുണ്ട്. അങ്ങനെ ചില പാട്ടുകളുണ്ട്. അത് ഞാൻ അത്തൂക്ക തായിൽ തുടങ്ങുന്നൊരു പാട്ട് അത്തൂക്കാൻ്റെ ഞാൻ കേൾക്കാറുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഏവിക്കാൻ്റെ ചില പാട്ടുകൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു മരണത്തെക്കുറിച്ചുള്ള പാട്ടുകളുണ്ട്, അതേപോലെ പ്രണയത്തെക്കുറിച്ച് പാട്ടുണ്ട്, അതേപോലെ തന്നെ ഭക്തി. ചില പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഭക്തി നിറഞ്ഞു തുളുമ്പും. അപ്പോൾ ആ പാട്ട് പാടാം. തകർത്താളിടണം എൻ പാപമല്ല, ശുഭസ്ഥിതി താതുയർ സ്ഥാനത്തിലല്ല. പകല് രാവിൽ പുകഴ്വാൻ അർഹനല്ല, പ്രതിഫല നാളിൽ യജമാനൻ നീയല്ല. തകർത്താളിടണം എൻ പാപമല്ല, ശുഭസ്തുതി താതുയർ സ്ഥാനത്തിലല്ല. പകല് രാവിൽ പുകഴ്വാൻ അർഹനല്ല, പ്രതിഫല നാളിൽ യജമാനൻ നീയല്ല. ഈ പാട്ടല്ലേ ഉദ്ദേശിച്ചേ? നമ്മളിപ്പോൾ പലതരത്തിലുള്ള പാട്ടുകൾ ഇവിടെ പാടി, മെലഡി പാടി, പല സ്റ്റൈലിലുള്ള പാട്ടുകളും പാടി, കല്യാണ പാട്ടുകൾ, ഹിന്ദി പാട്ടുകൾ പാടി. നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മളെ മലബാർ ഏരിയയിൽ കോൽക്കളിപ്പാട്ട് എന്നുള്ളത് ഒരു അരങ്കൊള്ളിക്കുന്ന പാട്ട് തന്നെയാണ്. നമ്മുടെ കുറേ പാട്ടുകൾ കോൽക്കളിപ്പാട്ടിലുണ്ടെങ്കിലും നമുക്ക് തായിൽ തുടങ്ങുന്ന ഒരു പാട്ട് ആർക്ക് പാടാൻ പറ്റും? തീർച്ചയായിട്ടും താന്ന് പറഞ്ഞിട്ട് വേറെ അക്ഷരം ഉണ്ടോ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പറയാം. അറിയുന്നതാണുണ്ട് ഇവിടെ പാടാൻ. തരണം പീതാവോരെ ഉങ്ങളോഴികയിൽ കാലത്തിലാരും എനിക്കില്ലല്ലോ. തരണം പീതാവോരെ ഉങ്ങളോഴികയിൽ കാലത്തിലാരും എനിക്കില്ലല്ലോ. ഭരണത്താലേറ്റം നിയമത്തുണ്ടെന്നാലും ബാവയെനിക്ക് സുഖമില്ലല്ലോ. ഭരണം പീതാവോരെ ഉങ്ങളോഴികയിൽ കാലത്തിലാരും എനിക്കില്ലല്ലോ. ഭരണത്താലേറ്റം നിയമത്തുണ്ടെന്നാലും ബാവയെനിക്ക് സുഖമില്ലല്ലോ. ഭരണം പീതാവോരെ ഉങ്ങളോഴികയിൽ കാലത്തിലാരും എനിക്കില്ലല്ലോ. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, താല് തുടങ്ങുന്ന മനോഹരമായ എല്ലാ വേദികളിലും, കല്യാണ പ്രോഗ്രാമെല്ലാം ശരി, ഗാനമേള വേദികളിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത മനോഹരമായ ഒരു കല്യാണ ഗാനമാണ് അടുത്തായിട്ട് പാടുന്നത്. ഓക്കെ? തളിർമുല്ല വിധാനിച്ച മണിയറയിൽ പുതുമാരനണഞ്ഞിടും സുദിനമിത്. ഈ അസുലഭ സുരഭിന നിർവൃതിയിൽ മണവാട്ടി പെണ്ണിന് രോമാഞ്ചം. എന്തൊരാവേശം, എന്തൊരാഘാതം,
മണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം തളിർമുല്ല വിധാനിച്ച മണിയറയിൽ പുതുമാരനണഞ്ഞിടും സുദിനമിത് ഈ അസുലഭ സുരവിധ നിർവൃതിയിൽ മണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം. നമ്മുടെ ഈ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ പണ്ട് നമ്മളൊക്കെ പറയാറുണ്ട് ഇത് മയിൽപ്പീൽ ഒക്കെ വെച്ച് അത് പ്രസവിക്കുന്നെല്ലാം പറയുന്നത്. എന്നിട്ട് നമ്മൾ കാലങ്ങളോളം ഇങ്ങനെ ഇതിൽ തന്നെ വെച്ച് കാത്തിരുന്ന് അതെല്ലാം ശരിക്കും അത് പ്രസവിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അതൊരു വിശ്വാസമാണ് അന്നേരത്തെ. അപ്പോൾ ഞാനൊക്കെ മയിൽപ്പീൽ വെച്ചിട്ടുണ്ട്. ഈ പ്രണയം ഇപ്പോഴത്തെ കാലത്തുള്ള പ്രണയവും അന്നത്തെ കാലത്തുള്ള പ്രണയവും ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു സോഷ്യൽ മീഡിയ വന്നതിനോട് കൂടി. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ പഴയ കാലത്തിലേക്ക് എത്തിക്കുന്ന ഒരു പാട്ടുണ്ട്. അത് പിന്നെ ഓയിൽ തന്നെ തുടങ്ങണം, എന്നാലേ ആ ഒരു പാട്ടിൻ്റെ ഒരു ഫീല് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അത് അത്തൂക്ക നന്നായിട്ട് പാടും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഓത്തുപള്ളി. അപ്പോൾ ഇത് പറഞ്ഞ ഓത്തുപള്ളി എന്ന പാട്ടാണ് പാടുന്നത്. ഓത്തുപള്ളിയിൽ അന്ന് നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേഘം. കോന്തലക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ട് ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. ഓത്തുപള്ളിയിൽ അന്ന് നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേഘം. കോന്തലക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ട് ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. ഇപ്പം നമ്മൾ ഓ എന്ന് പറയുമ്പോൾ നമ്മൾ ഓത്തുപള്ളി ഒരു പ്രണയപ്പാട്ട് പാടിയപ്പോൾ ഈ ഓയിൽ തുടങ്ങുന്ന തന്നെ ഇതേപോലെ റൂട്ടിലൊരു പാട്ട് നമ്മൾ പാടാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മൂസ എരഞ്ഞോളി സാഹിബ് അദ്ദേഹം പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് നമ്മൾ മറ്റുള്ളവരാരും പാടുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. ആ മൂപ്പര് പാടുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് നമ്മൾ എത്ര പാടിയാൽ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു പാട്ട് ഈ ഒരു സമയത്ത് പാടുന്ന ഉചിതമാകുന്നു എനിക്ക് തോന്നുന്നു. അത് ഓമന മുഹമ്മദിനെ. ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിക്കില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പേരുത്ത് ആറ്റലായ മോനെയോർത്ത് വേദന കോരുത്ത്. ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പേരുത്ത് ആറ്റലായ മോനെയോർത്ത് വേദന കുരുത്ത്. ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ഇപ്പോൾ ഓമന മുഹമ്മദ് നമ്മൾ മുമ്പൊക്കെ പാടുമ്പോൾ ഓമന മുഹമ്മദിനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിച്ചില്ല എന്ന് പറയില്ല. പക്ഷെ അത് ജീവിപ്പില്ല എന്ന് പറയുന്നതായിരിക്കും കേൾക്കാനൊക്കെ ഒരു സുഖം. മൂസക്ക പാടുന്നതും അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് എൻ്റെ ഒരു അറിവിൽ. അപ്പോൾ പിന്നെ നമ്മളത് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
ഞാൻ ഗൗരവമായി പോയോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും മുഖം കാണുമ്പോൾ മാപ്പിളപ്പാട്ടിൽ ഇങ്ങനെയുള്ള നമ്മുടെ മനസ്സിൽ തങ്ങുന്ന പാട്ട് തന്നെ ഉണ്ട്. അതേതാണ് പാട്ട്? ഒയ്യേ. ആ പാട്ട് മുദ്രിക്കത്താണ് പാടുന്നത്. ഒയ്യേ. ഓക്കെ, സ്റ്റാർട്ട്. ഒയ്യേ നീക്കുണ്ട് പയ്യൽ പീറായത്തിൽ ഒത്തോരു മീത്ത് കളിത്തും കൊണ്ട് ഒരുവൻ ഒത്തോരു വാക്ക് ഞാൻ തെറ്റിടാതെ നീക്കുണ്ട് പയ്യൽ പീറായത്തിൽ ഒത്തോരു മീത്ത് കളിത്തും കൊണ്ട് ഒരുവൻ ഉറ്റോരു വാക്ക് ഞാൻ തെറ്റിടാതെ അയ്യവൻ നാമത്തെ മൊയ്യും ചെയ്ത് സുജാൽ ആമയൻ നാമം നെജീമത്തെണ്ടും നാങ്ങൾ കാശയും വൻവീശു വാസം തന്നിൽ ഒയ്യേ നീക്കുണ്ട് പയ്യൽ തീരായത്തിൽ ഒത്തോരു മീത്ത് കളിത്തും കൊണ്ട് ഒരുവൻ ഉറ്റോരു വാക്ക് ഞാൻ തെറ്റിടാതെ ഒയ്യേ നീക്കുണ്ട് പയ്യൽ തീരായത്തിൽ ഒത്തോരു മീത്ത് കളിത്തും കൊണ്ട് ഒരുവൻ ഉറ്റോരു വാക്ക് ഞാൻ തെറ്റിടാതെ. നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കാനിരിക്കുമ്പോൾ ഒരു ഗായകൻ പാടുമ്പോൾ നമ്മൾ അതിങ്ങനെ പാടാമായിരുന്നു എന്ന് പറയും. ഇതേപോലെ നമ്മൾ പാടുമ്പോഴും കിട്ടുന്നില്ല, പാടുമ്പോഴും ഇതേപോലെ അത്തൂന് അത് ഇങ്ങനെ പാടാമായിരുന്നു, കുഞ്ഞുബായിക്ക് ഇങ്ങനെ പാടാമായിരുന്നു, ആ അക്ഷരം തെറ്റാണെന്ന്. ഇതെല്ലാം ഒരു അറിവ് തന്നെയാണ്. പാടാം എന്നിവനോട് പറഞ്ഞു ഈ പാട്ടും കൊയ്യെ പാടുന്നത് ഓയിൽ തുടങ്ങുന്ന അത്തു സ്ഥിരം പാടുന്ന ഒരു കോമഡി പാട്ട്, അങ്ങനത്തെ ഒരു പാട്ടല്ലേ? അല്ല, അത് അതിഗേമത്തിൽ എന്നാണ് ആ പാട്ട് ഞാൻ പാടിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒറിജിനൽ പാട്ടാണ് ഈ പാട്ട്. അതായത് ഒരു നാളിൽ ഞാൻ ബറുമയിൽ പോയി, ആ പാട്ടിന്റെ പാരഡി ആയിരുന്നു പെരുന്നാൾ കിളി എന്ന ആൽബത്തിൽ അതിഗേമത്തിൽ 1,00,000 വാങ്ങി എന്നിട്ടൊരു പാട്ട് ഞാൻ പാടിയിരുന്നു. പക്ഷെ അതിന്റെ ഒറിജിനൽ പണ്ട് ഞാൻ ആ ഒരു റെഡ് ടേപ്പ് റെക്കോർഡ് ഉണ്ട്, ദുബായിൽ നിന്നെല്ലാം വരുമ്പോൾ പിടിച്ചുകൊണ്ടിരുന്നത്, അതിൽ കേട്ടൊരു പാട്ടാണ് ഈ ഒരു നാളിൽ ഞാൻ. അത് പാടിയാലോ? ഒരു കോമഡി നമ്മളെ മൂടെല്ലാം മാറട്ടെ. അല്ലല്ല, നീ ഏത് മൂഡിലല്ലേ? പല മൂടുണ്ട്, അതാണ്. അതല്ല, റഫീഖിന് എന്തോ ഒരു മൂടോട്ട് പോലെ പെട്ടെന്ന് എന്റെ നിന്റെ ബർമയിൽ പോയതുകൊണ്ടായിരിക്കും. ദുബായിലാണെങ്കിലും പ്രശ്നമില്ല, ബർമയിൽ. ഹാരിസ് വേറെ മൂഡില്ല, അത് നിന്റെ പെരടിക്ക് ഇടുന്നേ ഉള്ളൂ. സാർ അപ്പൊ അത്തു പാട്ടിലേക്ക് പോലെ പാട്ട് അല്ലേ? പാട്ട് അല്ല, ഇത് പഴയ പാട്ടാണ്, കുഞ്ഞു പാട്ട് കേട്ടില്ല. അതിഗേമത്തില് പ്രേം സൂറത്ത് രചിച്ചിട്ട് ഞാൻ പാടിയതാണ്. പക്ഷെ അതിന്റെ ഒറിജിനൽ പാട്ടാണ് ഒരു നാളിൽ ഞാൻ അബർമയിൽ പോയി. അത് പാടാം, രസം. ഒരു നാളിൽ ഞാൻ അബർമയിൽ പോയി, തിരക്കിട്ട ബസാറിന്റെ നടുറോട്ടിൽ കുടുങ്ങി ഒരു സുന്ദരി ആ കയ്യും മാടി വിളിച്ചെന്നെ കുടുക്കിയ കഥ കേൾക്ക്. ഒരു നാളിന്റെ ആ കമിസവളുടുത്ത് ഒരു കൂട്ടം കരിവാള കൈകളിൽ നിരത്തി ഒരു ചൈന ഭാഷയിൽ എന്നോട് പേശുന്നു ബഹുമൊഞ്ചത്തി. ഒരു നാളിൽ ഞാൻ അബർമയിൽ പോയി, അതിരക്കിട്ട ബസാറിന്റെ നടുറോട്ടിൽ കുടുങ്ങി ഒരു സുന്ദരി ആ കയ്യും മാടി വിളിച്ചെന്നെ കുടുക്കിയ കഥ കേൾക്ക്. ഒരു നാളിൽ ഞാൻ അബർമയിൽ പോയി, അതിരക്കിട്ട ബസാറിന്റെ നടുറോട്ടിൽ കുടുങ്ങി ഒരു സുന്ദരി ആ കയ്യും മാടി വിളിച്ചെന്നെ കുടുങ്ങിയ കഥ കേൾക്ക്. എന്റെ മോനെ ഇതെല്ലാം ഇടയ്ക്ക് ഉണ്ട്. ഇതുവരെ വേദിയിൽ പാടുന്ന കേട്ടില്ല ഈ പാട്ടൊന്നും. ഇത് കോപ്പി അടിക്കും നീ. അങ്ങനെയാണല്ലോ ഇപ്പൊ ഒരു പാട്ട് നമ്മളിപ്പോ കഷ്ടപ്പെട്ട് കൊണ്ടുവരും, അത് കൊണ്ടുവന്നിട്ട്
അടുത്ത പാട്ട് ഞാൻ ഒരു നാളിൽ ഞാൻ പാടാം എന്ന് ഉദ്ദേശിച്ചിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടാവും ആരിസ് എണീക്കുന്നു, അല്ലെങ്കിൽ വേറൊരു ഗായകൻ എണീക്കുന്നു. ചിലപ്പോൾ അതേപോലെ തന്നെ അവർ പഠിച്ചു വെച്ച ഒരു പാട്ടായിരിക്കും ചിലപ്പോൾ അതിലത്ത് എണീക്കുന്നത്. അപ്പോൾ ഇപ്പം എല്ലാം കോപ്പിയടിയാണ് വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇപ്പം എല്ലാവരും ഇതിലെല്ലാ പാട്ടുകാരും കുറേ പാട്ടുകൾ പാടിയ ആൾക്കാരാണ്. പക്ഷെ അതിലെ പാട്ടൊന്നും ആരും നമ്മൾ പാടിയിട്ടില്ല. പക്ഷേ നമ്മുടെ പാട്ട് ആസ്വാദകർക്ക് അവരുടെ മനസ്സിൽ കുറേ പാട്ടുകളുണ്ട്, താലോലിച്ച കുറേ പാട്ടുകളുണ്ട്. ചിലപ്പോൾ പ്രവാസികളാകട്ടെ അവരുടെ സങ്കടങ്ങൾ തീർക്കാൻ വേണ്ടി പാട്ട് കേൾക്കുന്നവരുണ്ട്. നമ്മളാവട്ടെ നമ്മളൊരു ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ യാത്രയിലൊക്കെ നമ്മൾ കേൾക്കുന്ന പാട്ടുകളുണ്ട്. പല തരത്തിലുള്ള പാട്ടുകളാണ്. പക്ഷേ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ശാഖയിൽ നമ്മുടെ ഈ പാട്ടുകളെ ഒരുമിപ്പിച്ച് നമുക്ക് ഈ മാപ്പിളപ്പാട്ടിനെ പാരഡിയൊക്കെ പാടാൻ പറ്റും. സിനിമ പാട്ടിനെ അങ്ങനെ അധികം പാരഡി പാടുന്ന ഞാൻ കാണാറില്ല. പക്ഷേ നമ്മളിപ്പോൾ താരാട്ടായാലും ബർത്ത്ഡേ ആയാലും മറ്റുള്ള പാട്ടൊക്കെ പാടുമ്പോൾ ഈ മാപ്പിളപ്പാട്ട് കൊണ്ട് ഞാൻ ഒരു ഇലയുടെ എന്തോ കാര്യമാണ് പറയുന്നത്. അല്ല ഞാൻ പറഞ്ഞത് പാരഡി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇലക്ഷൻ എന്നല്ല, ഏതൊരു വിഷയത്തിനും നമുക്ക് ഈ മാപ്പിളപ്പാട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോഴത്തെ പാടിയ പാട്ടൊക്കെ നമ്മുടെ ഈ ആസ്വാദകരുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞ പാട്ടുകളാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പാടിൽ തെറ്റുണ്ടാവാം, ശരിയുണ്ടാവാം. അപ്പോൾ അതെല്ലാം എന്തായാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പുറത്ത് തരും. കുഞ്ഞിനെന്തോ പറയാനല്ല, വേറെ സംഭവം വെച്ചാൽ തമാശയിലൂടെ ശരിക്കും അത്തു കാര്യം പറയുന്നത് എന്തറിയോ, പിന്നെ പീർക്കവാടി അതുപോലെ ഒരുപാട് പീർക്കവാടി പാട്ടല്ലോ മലർക്കൊടി എന്നുള്ള പാട്ട്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അത്തുവാണ് സ്റ്റേജിലേക്ക് മലർക്കൊടി എന്നുള്ള പാട്ട് ഒരു പ്രത്യേക സ്റ്റൈലിൽ കൊണ്ടുവരും. അല്ല ഒരു മിനിറ്റ് കുഞ്ഞു അതായത് പിന്നെ പറയാൻ പറ്റില്ല എനിക്ക്. ഈ മലർക്കൊടിയെ മുമ്പേ എല്ലാവരും പാടാറുണ്ട്. പക്ഷേ പട്രോമാലിൽ വന്ന സമയത്ത് ഈ മലർക്കൊടിയുടെ ഒരു പാട്ടിന് അതിലൊരു പ്രണയമുണ്ട്, അതിലൊരു ഈണമുണ്ട്, അതിലൊരു താളമുണ്ട്. നമുക്ക് അപ്പോൾ മറ്റുള്ള പാട്ട് താളമില്ല എന്നല്ല പറഞ്ഞത്. എല്ലാം കൂടി കിട്ടുന്ന ഒരു പാട്ട് ഞാൻ ഫസ്റ്റിലൊരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ പാട്ടാണ് സെലക്ട് ചെയ്യുക. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് പാടി ഫലിപ്പിക്കാനും അതിലിപ്പോൾ ചെറുപ്പക്കാരാവട്ടെ പിന്നെ മുതിർന്നവരാവട്ടെ, അപ്പോൾ അവരുടെ മനസ്സിൽ നമുക്ക് അറിയാൻ പറ്റും അവരുടെ മുഖത്തിലുള്ള ആ ഒരു സന്തോഷം. അപ്പോൾ അത് ഈ ഒരു പാട്ടിൽ കിട്ടുന്നത് കൊണ്ടാണ്. അസാധ്യമാണ് ആ മലർക്കൊടി. അതിപ്പോൾ സിനിമയിലേക്ക് വന്നപ്പോൾ ഭയങ്കര സംഭവമായി. അതാ ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ അത്തൂർ ലിസ്റ്റ് ഒരു മൂഡിലേക്ക് കൊണ്ടുവരുമല്ലോ ഈ പാട്ട് പാടാം. അപ്പോൾ ഇതേപോലെ ഞാൻ ഏകദേശം ഒരു നോട്ടിൽ കുറച്ച് മൈക്ക് അടുത്ത് പിടിച്ചോ കുഞ്ഞു, കേൾക്കുന്നില്ല. അടുത്ത സ്റ്റേജിൽ പാടാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല സിംഗേഴ്സ് പാട്ട് പാടുന്നുണ്ടാവും. അടുത്ത പാട്ട് മലർക്കൊടി. അപ്പം നേരത്തെ പറഞ്ഞ കഥയുണ്ടല്ലോ, കോമഡിയുടെ പറഞ്ഞില്ലേ, ഞാനൊരു ലിസ്റ്റ് കൊണ്ടുവരും, അടുത്ത് പേര് എഴുതുമ്പോൾ അത് വേറെ ആൾ കയറി പാടും. ഒരു സംഭവമുണ്ട്, ശരിയാണ്. പക്ഷേ ഇതൊരു ഇപ്പം ഞാൻ പാടിയൊരു പാട്ട് കേട്ടിട്ട് വേറൊരാൾ പാടുകയാണെങ്കിൽ അത് ഒരു അംഗീകാരം തന്നെയാണ് തീർച്ചയായും, ആൾക്കാരില്ലെങ്കിലും. പക്ഷേ ചിലത് നമ്മൾ ആളില്ലെങ്കിലും നോക്കണ്ട, നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. ഒരു കല്യാണ പരിപാടിക്ക് ചിലപ്പോൾ പോകുമ്പോൾ, ചിലപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ കല്യാണ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഗൗരവത്തിൽ തന്നെയാണോ? കല്യാണ പരിപാടിക്ക് പോയപ്പോൾ ഗൗരവത്തിലാണ് പ്രോഗ്രാം എന്താ തുടങ്ങാത്ത വെച്ചു കല്യാണ വീട്ടുകാർ. അപ്പോൾ ഞാൻ പറഞ്ഞു ആൾക്കാരെ വരട്ടെ, ഞങ്ങൾ ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടില്ല, ഞങ്ങൾ പാട്ടുകാരെ വിളിച്ചിട്ടില്ല, നിങ്ങൾ പാടിക്കോതർ എന്ത് ചെയ്യും. അപ്പോൾ നമ്മളത് കസേര വെച്ച് നമ്മളത് ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പാടിക്കോളാം അല്ലേ? കുഞ്ഞു അനുഭവമില്ലേ? ചില വേദിയിൽ നിന്ന് ആരും ഉണ്ടാവില്ല, ചിലപ്പോൾ ഫെസ്റ്റിന് ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ ഒരു കല്യാണ പരിപാടി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അങ്ങനല്ല കേട്ടോ. നല്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സെറ്റായി എല്ലാവരും ഫ്രീ എന്ന് അറിഞ്ഞപ്പോൾ പാട്ട് തുടങ്ങും. ആ പാട്ട് തുടങ്ങിയാലോ അവസാനം വരെ അവർ നമ്മളെ കൂടെ ഇങ്ങനെ നിന്ന് തരും. അപ്പോൾ നമുക്കറിയാതെ നമ്മളെ പാട്ട് വന്നു പോകും. ചില പാട്ട് സ്ഥലത്ത് പോയി നമുക്ക് പാടാനേ തോന്നില്ല. പക്ഷെ നമ്മൾ ഏൽപ്പിച്ച കാര്യം നമ്മളത് ഭംഗിയായി ചെയ്യണം, അത് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നതാണ് എൻ്റെ ഗുരുനാഥൻ അസീസ് തൈനീര് പഠിപ്പിച്ചത്. ഓക്കെ 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 അടിപൊളി. അടുത്തതായി ആരിസ് ഒരു പാട്ട് പാടട്ടെ. അല്ല, സ്റ്റേജിൽ ആരിസ് ഉണ്ടെങ്കിൽ ഒരു അരങ്ങ് തന്നെയാണ്. അപ്പോൾ പീർക്ക പാടിയ പാട്ട് ഒരു നമ്മൾ ഒരു അക്ഷരങ്ങളൊന്ന് മാറ്റി പിടിക്കുകയാണ്. അടിച്ചുപൊളി പാട്ട്. നമ്മൾ ഏത് അക്ഷരത്തിലേക്കാണ് ഇപ്പം വന്നിട്ടുള്ളത്? പ. അപ്പം പൊന്നിൽ വെച്ച് തുടങ്ങുന്ന പാട്ട് പാടാം. പാണോ? പാല് പോണ്ടല്ലോ. അതന്നെ അറിയാം, എന്താണ് ചോദിച്ചത്. എന്തെങ്കിലും തമാശ വരുമോ നോക്കിയാ. ഓക്കെ. പിന്നെ ഗഫൂറ 1 2 1 2 3 4 പൊന്നിൻ കസവിൻ പൊഞ്ചപ്പത്തിൽ മൊഞ്ചേറിയിടും മണവാട്ടി മണിമഞ്ചത്തിൽ മയങ്ങിടും സമയമീത് നല്ല മലർമാലം ചൂടിക്കൊണ്ട് മണവാളൻ പാടിക്കൊണ്ട് സമീപിച്ചല്ലോ. അവളുടെ അതരങ്ങളിൽ രോമാഞ്ചത്തിൻ കുളിരണിഞ്ഞല്ലോ. അവളുടെ രോമാഞ്ചത്തിൻ കുളിരണിഞ്ഞല്ലോ. പൊന്നിൻ കസവിൻ പൊഞ്ചപ്പത്തിൽ മൊഞ്ചേറിയിടും മണവാട്ടി മണിമഞ്ചത്തിൽ മയങ്ങിടും
സമയമിത് നല്ല മലർമാലം ചൂടിക്കൊണ്ട് മണവാളൻ മണയറച്ച് സമീപിച്ചല്ലോ അവളുടെ അതരങ്ങളിൽ രോമാഞ്ചത്തിൻ കുളിരണിഞ്ഞല്ലോ അവളുടെ അതരങ്ങളിൽ രോമാഞ്ചത്തിൻ കുളിരണിഞ്ഞല്ലോ. വാ, അടിപൊളി അടിപൊളി പാടി. പൊഞ്ചപ്പം നീട്ടിട്ട് നീലവാനേ മൊഞ്ചുകാട്ടാനെത്തും പൂനിലാവേ നിന്റെ നിക്കാഹിന്നാണോ മധുവിധുരാത്രി ഇന്നാണോ നിന്റെ നിക്കാഹിന്നാണോ മധുവിധുരാത്രി ഇന്നാണോ നവരത്നം പതിപ്പിച്ച നക്ഷത്രമാല കഴുത്തിൽ അണിയിച്ചതാരാണ് നവരത്നം പതിപ്പിച്ച നക്ഷത്രമാല നിൻ കയ്യിൽ അണിയിച്ചതാരാണ് നിന്റെ പുന്നാരമാരനേതാണ് കൊഞ്ചപ്പം നീട്ടിട്ട് നീലവാനേ മൊഞ്ചുകാട്ടാനെത്തും പൂനിലാവേ കൊഞ്ചപ്പം നീട്ടിട്ട് നീലവാനേ മൊഞ്ചുകാട്ടാനെത്തും പൂനിലാവേ നിന്റെ നിക്കാഹിന്നാണോ മധുവിധുരാത്രി ഇന്നാണോ നിന്റെ നിക്കാഹിന്നാണോ മധുവിധുരാത്രി ഇന്നാണോ നവരത്നം പതിപ്പിച്ച നക്ഷത്രമാല കഴുത്തിൽ അണിയിച്ചതാരാണ് നവരത്നം പതിപ്പിച്ച നക്ഷത്രമാല നിൻ കഴുത്തിൽ അണിയിച്ചതാരാണ് പുന്നാരമാരനേതാണ് കൊഞ്ചപ്പം നീട്ടിട്ട നീലവാനിൽ മൊഞ്ചുകാട്ടാനെത്തും പൂനിലാവേ കൊഞ്ചപ്പം നീട്ടിട്ട നീലവാനേ മൊഞ്ചുകാട്ടാനെത്തും പൂനിലാവേ. ഈ ഒരു പാട്ട് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അതായത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഫീമെയിൽ വോയിസിൽ ഞാൻ പാടുന്നൊരു പാട്ടാണ്. ഇത് മുക്കം സാജിത്ത പാടിക്കേട്ടൊരു പാട്ടാണ്. അപ്പോൾ അന്ന് നമുക്ക് ഓഡിയോ കാസറ്റാണ് കിട്ടുക. അപ്പോൾ അന്ന് ഓരോ പാട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കാസറ്റ് കടയിൽ പോയിട്ട് പാട്ടൊക്കെ സെലക്ട് ചെയ്ത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ പിന്നെ ആ പാട്ട് വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പാല് തുടങ്ങുന്ന പാട്ട് തന്നെ മുക്കം സാജിത്ത പാടിയ തന്നെ വേറൊരു പാട്ടുണ്ട്. ഏത് പാട്ടാണെന്ന് പറയാൻ പറ്റുമോ? പക്ഷേ അത് ഏത് പള്ളികളിലാകട്ടെ അമ്പലങ്ങളിലാകട്ടെ ഏതൊരു പരിപാടിക്കും ഒരു മത മൈത്രിയായിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ടും കൂടിയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ 5ാം ക്ലാസ്സിൽ സ്കൂളിൽ പാടുമ്പോൾ എൻ്റെ ഫസ്റ്റത്തെ പാട്ട് എൻ്റെ ചിലപ്പോൾ ഒരു ഫീൽഡിൽ വരുമ്പോൾ എൻ്റെ ഫസ്റ്റത്തെ പാട്ട് ആ പാട്ടാണ്. ആ പാട്ട് ഏതാണ് പറയട്ടോ? എനിക്ക് മനസ്സിലായി ഏതാണ്. അതുപോലെ പാടിയിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ പാട്ടിന്. പടപ്പോട്. യെസ്, റെഡിയല്ലേ? യെസ്. ഇത് 5ാം ക്ലാസ് എന്നൊരു എനിക്ക് ആ കഥ മുമ്പ് എന്നോട് അത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് മുക്കം സാജിത്ത പാടിക്കേട്ടൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ടിലേക്ക് പോവാം. പടപ്പ് പടപ്പോട് തിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട പടപ്പ് പടപ്പോട് തിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിലേകം നിസ്കാര പായാവിരിക്ക് പടപ്പ് പടപ്പോട് തിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. നമ്മൾ ഇവിടെ ഒത്തൊരുമിച്ചപ്പോൾ ധാരാളം പാട്ടുകൾ നമ്മൾ പാടി. അടുത്ത അക്ഷരം വന്നിരിക്കുന്നത് ഛ എന്ന അക്ഷരമാണ്. ഈ അക്ഷരത്തിൽ ആദ്യത്തെ ഗാനം പാടുന്നത് അത് ഞാനും ആരിഫ് റീമിക്സും പാടിയ ഒരു പാട്ട് തന്നെയാണ്. മൈസൂർ ടൂറിൽ ഞങ്ങൾ പാടിയൊരു പാട്ടാണ്. കേൾക്കാം.
ചന്ദന കട്ടിലിൽ ഊഞ്ഞാലാടും ചന്തത്തിൽ ഒപ്പന ചിന്ത് പാടും ചന്ദന കട്ടിലിൽ ഊഞ്ഞാലാടും ചന്തത്തിൽ ഒപ്പന ചിന്ത് പാടും ചെഞ്ചലാൽ കൊഞ്ചി കുഴഞ്ഞാടിയും കഞ്ചുക പൂവി ചാമഞ്ഞണയും ചെഞ്ചലാൽ കൊഞ്ചി കുഴഞ്ഞാടിയും കഞ്ചുക പൂവി ചാമഞ്ഞണയും ചന്ദന കട്ടിയിൽ ഊഞ്ഞാലാടും ചന്തത്തിലൊപ്പന ചിന്ത് പാടും ചെഞ്ചലാൽ കൊഞ്ചി കുഴഞ്ഞാടിയും കഞ്ചുക പൂവി ചാമഞ്ഞണയും ചന്ദന കട്ടിയിൽ ഊഞ്ഞാലാടും ചന്തത്തിലൊപ്പന ചിന്ത് പാടും. വീണ്ടും നമ്മൾക്ക് ഒരു ച എന്ന അക്ഷരത്തിൽ തന്നെയാണ് പാട്ട് പാടേണ്ടത്. അതാരാണ് പാടുന്നത്? ഞാനൊരു പാട്ട് പാടിയാലോ? ഞാനൊരു പാട ഞാനല്ലേ? ചന്ദനത്തിൽ ഒരു ച ഇച്ച ഇച്ചല്ല ച ച ചാല്.